ഹായ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ലോഞ്ച്. ഇന്ന് നമ്മൾ ചിക്കൻ പോപ്കോണിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പോപ്കോൺ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്, 250 ഗ്രാം. അതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. അതുപോലെ അതിലോട്ട് സോയാ സോസ് ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂണ്. വിനാഗിരിയും 1/2 ടീസ്പൂൺ ചേർക്കുക. എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അതിലോട്ട് നമ്മൾ ഒറിഗാനോയും ചില്ലി ഫ്ലേക്സുമാണ് ചേർക്കുന്നത്. ഒറിഗാനോ 1/4 ടീസ്പൂണും ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂണും ചേർക്കാം, നമ്മുടെ സ്പൈസസ് ലെവലിനനുസരിച്ച്. എന്നിട്ട് അതിലോട്ട് 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലവർ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ഒറിഗാനോക്ക് അധികം റേറ്റ് ഒന്നുമില്ല, ഒറിഗാനോ കൂടി ഉണ്ടെങ്കിലുള്ളൂ നമുക്കിതിന് നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന ആ പോപ്കോണിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെങ്ങാണ്ട് വെക്കണം. ഒരു 10-15 മിനിറ്റ് നമുക്ക് എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ചിക്കൻ പോപ്കോൺ നമുക്കൊരു സ്റ്റാർട്ടറായിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഞാനിതൊരു 15 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാത്രത്തിലോട്ട് 1/4 കപ്പ് റസ്ക് പൗഡറാണ് എടുക്കുന്നത്, റസ്ക് പൊടിച്ചത്. പിന്നെ അതുപോലെ തന്നെ 1/4 കപ്പ് മൈദ കൂടി ചേർക്കുക. എന്നിട്ട് മുളക് പൊടി 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. ഒരല്പം ഗരം മസാല കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ ഇതിലോട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ആയാലും കുഴപ്പമില്ല, ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക. ഈ പൗഡറിലാണ് നമ്മൾ ചിക്കന് ഡിപ്പ് ചെയ്തിട്ട് പൊരിക്കുന്നത്. നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഇങ്ങനെ ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ ഈ പൗഡറിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരുമിച്ച് അങ്ങ് മിക്സാക്കി എടുക്കരുത്, ഓരോ പീസ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മളതിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ പീസസും ഒന്ന് കോട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഇവിടെ ആ മിക്സിൽ കോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടികട്ടിയുള്ളൊരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ഓരോരോ ചിക്കൻ പീസസ് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പോപ്കോൺസൊക്കെ ഇവിടെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ചും മറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള പീസസും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി അല്ലേ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യണം. തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഞാൻ എല്ലാ പീസസും ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാണ്. ഇന്ന് ഞാനിത് മയനൈസിൻ്റെയും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതൊരു സ്നാക്കായിട്ടാണ് ഇന്ന് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല ജ്യൂസി ആയിട്ടും സോഫ്റ്റ് ആയിട്ടുമാണ് നമ്മുടെ പോപ്കോൺ ഇവിടെ കിട്ടിയിട്ടുള്ളത്. മയനൈസിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ്. ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് നല്ല ജ്യൂസി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളോട് പറയണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.